ദുബായ് മാളിൽ നിന്ന് ബുർജ് ഖലീഫയിലോട്ട് പോകുന്ന വഴിയാണ്. അപ്പോൾ നമ്മുടെ 5 ടിക്കറ്റ്, നമ്മുടെ 5 പേരുടെ കൂടെ. പിന്നെ ഈ ബുർജ് ഖലീഫയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് സത്യം പറഞ്ഞാൽ ഖലീഫ എന്നുള്ളത് മരിച്ചു പോയ ഷാർജയിലെ രാജാവായ ഷെയ്ഖ് ഖലീഫയുടെ പേരിലാണ്. ലൈക്ക് ആ ഒരു നെയിമിംഗ് ആണ് ഖലീഫ എന്നുള്ളതിന് കാര്യം ഇത് ബുർജ് ഖലീഫ ദുബായിയുടെ ഒരു ബിൽഡിംഗ് ആണ്. ലൈക്ക് എന്തോ ഒരു ചെറിയൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്ന ടൈമിൽ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ടൈമിൽ അതിന് ഹെൽപ്പ് ചെയ്ത് ഷാർജയിലെ രാജാവായിരുന്നു. ലൈക്ക് പുള്ളിയാണ് ഇതിൻ്റെ ഫണ്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് പുള്ളിയോടൊരു ഹോണറിൻ്റെ പേരിലാണ്, പുള്ളിക്ക് ഒരു റെസ്പെക്റ്റ് കൊടുക്കുന്നതിൻ്റെ പേരിലാണ് ഇതിൻ്റെ ബുർജ് ഖലീഫ എന്ന് പേരിട്ടത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മാത്രമല്ല ഇത് ഏഷ്യയിലുള്ള വേൾഡിലെ വൺ ഓഫ് ദ ടോളസ്റ്റ് ബിൽഡിങ്ങും കാര്യങ്ങളുമാണ്. ഇത്രയാണ് നമുക്ക് അറിയാവുന്ന കുറച്ച് അറിവുകൾ. ഇനിയും കുറച്ച് പോയിന്റുകളൂടെ അതൊക്കെ നമ്മൾ വഴിയെ വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഓക്കെ, ബുർജ് ഖലീഫയുടെ ഒരു ഡെമോൺസ്ട്രേഷൻ വെച്ചിട്ടുണ്ട്. തൊട്ട് കുറച്ച് ഡിസ്പ്ലേകളും കാര്യങ്ങളും ഉണ്ട്. ഏതാണ്ടൊക്കെയോ അങ്ങോട്ടും ഇതൊക്കെ മാറി മറിയുന്നതായിട്ട് കാണുന്നുണ്ട്. കേട്ടോ, ആനിമേഷൻ തൊട്ട് ഇത്രയും ലിഫ്റ്റുകളുണ്ട് ഇതിനകത്ത്. പിന്നെ ഫ്രം ദ എർത്ത് ടു ദ സ്കൈ, അടിയിൽ ആസ്പിറേഷൻ ആൻഡ് അച്ചീവ്മെന്റ് എ ഷൈനിങ് സിമ്പിൾ ഓഫ് വാട്ട് ദുബായ് സ്ട്രൈവ്സ് ഫോർ ആൻഡ് വാട്ട് വി ക്യാൻ അക്കംപ്ലിഷ് എന്നൊരു സാധനം അറബിയിലും അതുപോലെ തന്നെ ഇംഗ്ലീഷിലും ഇവിടെ 3D ഫോർമാറ്റിൽ ഇവിടെ പഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. വരുന്ന വഴിക്കായിട്ട് കോർട്ട്യാർഡ് പോലൊരു ഏരിയ കണ്ട് മേളിൽ നിന്ന് അവിടെ ബുർജ് ഖലീഫയുടെ എൻ്റെ മോനെ വിഷയം ടോപ്പ് വരെ കാണാം. സ്കൈ വ്യൂ ആണ് ഇവിടെ എഴുതിയിട്ടുമുണ്ട്, അറ്റ് ദ ടോപ്പ് എന്ന് പറഞ്ഞുകൊണ്ട്. അത് മേലോട്ട് നോക്കാനുള്ള രീതിയാണ്. പിന്നെ ഐ ആം ബുർജ് ഖലീഫ എന്ന് പറഞ്ഞിട്ട് കുറച്ച് എഴുത്തുകൾ ഇതിൻ്റെ ഫോട്ടോ എടുത്ത് ഇവിടെ വെച്ചൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. ഐ ആം ദ ലിഫ്റ്റ് ദ വേൾഡ് ഹെഡ് പ്രൗഡ്ലി സ്കൈവേർഡ് സർപ്പാസിംഗ് ലിമിറ്റ്സ് ആൻഡ് എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞിട്ട് വലിയ സംഭവം എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളിതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് കൊടുക്കുന്നതാണ്. നിങ്ങൾ ഇതിനകത്തൂടെ നോക്കുമ്പോൾ കണ്ട ആ പിൻ പോയിന്റിൻ്റെ ഷേപ്പിൽ തന്നെ അതിന് ടോപ്പിലത്തെ ഒരു പോയിന്റ് കാണാൻ പറ്റും. കറക്റ്റ് ഒരു പോയിന്റ് ചൂടുമ്പോൾ ബുർജ് ഖലീഫയുടെ അങ്ങോട്ട് എത്തുകയാണ്. കണ്ട സൈഡിൽ കുറച്ച് കാണാം എസ്കലേറ്ററിലാണ്. വെയിലോട്ടോ വെയിലില്ല, ഇത്രയും കൂടിയൊന്നും സൈഡിലൊന്നും ഇതൊന്നും കണ്ണടിച്ചു. അമ്മാതിരി വെയിലും വെട്ടമാണ് അടിക്കുന്നത്. അവിടെ തന്നെ ഇപ്പുറത്തോട്ട് വരാനുള്ള എസ്കലേറ്ററും കാര്യങ്ങളൊക്കെ ഒന്നുമുള്ള എസ്കലേറ്ററാണ് ആ കാണുന്നത്. എസ്കലേറ്റർ ഒരു മേളിലെത്തി. അപ്പോൾ ഇവിടെ ഫ്രം ദ വിഷൻ ടു റിയാലിറ്റി, അറ്റൻഷൻ ടു ഡീറ്റെയിൽ, എവരി ടേൺ ഫ്രം ദ ഇൻസ്പയർഡ് ഡിസൈൻ ടു ഫീച്ചർ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഉണ്ട് 2004 ഈ ബിൽഡിങ്ങിൻ്റെ എക്സ്കവേഷൻ വർക്ക് തുടങ്ങിയ ടൈമിലെ ഫോട്ടോ, 2004. ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ ഓരോ ഡിസ്പ്ലേയിലായിട്ട് ഇതിൻ്റെ വർക്കിംഗ് അല്ലെങ്കിൽ തുടങ്ങി വെച്ച് കണ്ടോ. 2005 ദുബായ് ആണ് ഈ കാണുന്നത്. മൊത്തം മരുഭൂമിയാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല, ജസ്റ്റ് മരുഭൂമി പോലെ. 2005 സൂപ്പർ സ്ട്രക്ചർ, അതായത് ഇതിൻ്റെ ഒരു ട്രൈ ആരോ ഡിസൈനുള്ള ആ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്ത് തുടങ്ങിയെന്നാണ് ഇവർ എഴുതിയേക്കുന്നത്. 2006 ലെവൽ 50 എന്നാണ് ഇവർ എഴുതി വെച്ചേക്കുന്നത്. ഓക്കെ, ഓൾമോസ്റ്റ് കുറച്ചൊക്കെ പണിഞ്ഞ് തുടങ്ങിയതാണ് 2006 എന്ന് പറയുന്നത്. 2007 എന്ന് പറയുന്നത് ലെവൽ 100 എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. പണിഞ്ഞ് 3 കൊല്ലം കൊണ്ട് ലെവൽ 150 വേൾഡ്സ് ടോളസ്റ്റ് ഫ്രീ സ്റ്റാൻഡിങ് സ്ട്രക്ചർ ആണ് 2007 ബുർജ് ഖലീഫയുടെ സ്ട്രക്ചർ എന്നാണ് ഇവർ എഴുതിയിരിക്കുന്നത്. 2008 ലെവൽ 160 വേൾഡ്സ് ടോളസ്റ്റ് മാൻമെയ്ഡ് സ്ട്രക്ചർ എന്നുള്ളൊരു പേരും കാര്യങ്ങളൊക്കെ ബുർജിന് കിട്ടി. 2009 ഇതിൻ്റെ കംപ്ലീറ്റ് ആയത് എന്നാണ് എഴുതിയിരിക്കുന്നത്. 2009 ക്ലാഡിങ് കംപ്ലീറ്റ്. അത് 2004 തുടങ്ങി 5 കൊല്ലം കൊണ്ട് ഇത് പണിഞ്ഞ് റെഡിയാക്കി എന്നാണ് അവിടെ നമ്മൾ വായിച്ചത്. മനസ്സിലായി 2004 ഇതിൻ്റെ പണി. 2009 ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. 5 കൊല്ലം കൊണ്ട് വേൾഡ്സ് ടോളസ്റ്റ് മാൻമെയ്ഡ് സ്ട്രക്ചർ എന്നുള്ള പേരും കിട്ടി. ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൻ്റെ ഒരു സർട്ടിഫിക്കേഷനാണ് ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത്. ദ ടോളസ്റ്റ് മാൻമെയ്ഡ് സ്ട്രക്ചർ ഓൺ ലാൻഡ് ഇസ് ദ ബുർജ് ഖലീഫ വിച്ച് മെഷേഴ്സ് 828 മീറ്റർ ഹൈറ്റ്, അതായത് ആൻഡ് വാസ് ഡെവലപ്ഡ് ബൈ MR പ്രോപ്പർട്ടീസ്. ഇതാണ് ഇതിന് കിട്ടിയ ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ ഇത്. ഇത് ഒഫീഷ്യലി ഓപ്പൺ ചെയ്തത് January 4th, 2010. നമ്മുടെ നാട്ടിലേക്ക് നോക്കുകയാണ്, അത്രയും ഫാസ്റ്റായിട്ട് ബിൽഡിംഗ് ഉണ്ട്. 2004 തുടങ്ങി 2009 ഇത് പണിഞ്ഞ് കഴിഞ്ഞു. അതും വേൾഡ്സ് ടോളസ്റ്റ് ബിൽഡിംഗ്. 230 എത്രങ്ങാണ്ട് നിലകളുണ്ട്, 250 നിലകളുണ്ട്. ഇതിൻ്റെ പുറയിലെല്ലാം ഡിമോൺസ്ട്രേഷൻ്റെ കാലത്ത് ഇരിപ്പുണ്ട്. അപ്പുറത്തോട് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ബുർജിൻ്റെ മുകളിൽ WWE നടന്നു എന്നാണ് അവർ കാണിച്ചുകൊണ്ടിരുന്നത്. കുറച്ചു നേരം കാണിച്ചു, പക്ഷെ നമ്മൾ കുറച്ച് നേരം റെക്കോർഡ് ചെയ്തുള്ളൂ. പഴയ ദുബായ് കുറച്ച് കാര്യങ്ങളാണ് അവർ കാണിക്കുന്നത്. പണ്ടത്തെ ദുബായ് നോക്കി. അതുപോലെ ബുർജ് ഖലീഫയുടെ പണി
നടന്നുകൊണ്ടിരുന്നപ്പോൾ ഉള്ള സംഭവമാണ്. അപ്പോഴേക്കുള്ള ദുബായിയുടെ ഒക്കെ അവസ്ഥ ഫുൾ മരുഭൂമി. ഈ കാണുന്ന ഒരു ബിഗ് സിറ്റി ആ ഒരു സെറ്റപ്പൊന്നും ഇല്ല, കംപ്ലീറ്റ് മരുഭൂമി പോലെ കിടക്കുന്ന ഒരു ടൈം. ാമത്തെ നില എത്തി 1 മിനിറ്റും 10 സെക്കൻഡ് കൊണ്ട്. ഇവിടെ ഒരു പടം കൊടുത്തിട്ട് മുഹമ്മദ് അൽ അബ്ബാർ ഫൗണ്ടഡ് MR പ്രോപ്പർട്ടീസ് ഒക്കെ പറഞ്ഞുകൊണ്ട് സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെ ക്യൂ നിൽക്കണം അല്ലേ. ബുർജിന്റെ 120 നിലയുടെ മേളിൽ നിന്നുള്ള വ്യൂ ആണ്. ദുബായ് ആണ് ഈ കാണുന്നത്. ഇത് രസമല്ലേ. നേരെ നടക്കുന്ന MR എന്നുള്ള ഒരു ബിൽഡിങ്ങും കാര്യങ്ങളുമാണ്. ഇതിൻ്റെ മേളിലോട്ടും നിലകളുണ്ട്, പക്ഷേ അങ്ങോട്ട് നമുക്കില്ല. അതൊക്കെ റെസിഡൻഷ്യൽ ഏരിയസ് ആണ്. പൈസയൊക്കെ നല്ല പൈസയുള്ള കോടീശ്വരന്മാരുടെയും VIP-സിൻ്റെ ഒക്കെ റെസിഡൻഷ്യൽ ഏരിയസ് ആണ് ഇതിൻ്റെ മേളിൽ. ഒരു ഡിസ്പ്ലേയിൽ കണ്ടോ ഇതിനെക്കുറിച്ചൊക്കെ കാണിക്കുന്നുണ്ട്. എക്സ്പ്ലോർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദുബായ് ആണ് മെയിൻ. അപ്പോൾ നമുക്ക് ടച്ചാണ് കേട്ടോ, ഇംഗ്ലീഷിൽ കാണാം. ലൈവ് ക്യാമറ, ക്ലിയർ ഡേ നൈറ്റ്, ഹിസ്റ്റോറിക്കൽ വ്യൂ. നമുക്ക് ഫസ്റ്റ് വിടാം. ഇതാണ് എൻ്റെ ഹിസ്റ്റോറിക്കൽ വ്യൂ എന്ന് പറയുന്നത്. നൈറ്റ് ആകുമ്പോൾ ഇങ്ങനത്തേക്കും നമുക്കിത് കാണാം കേട്ടോ. ക്ലിയർ ഡേ രാവിലെ ആയാലും ഇങ്ങനത്തേക്കും ഹിസ്റ്റോറിക്കൽ വ്യൂ. ഇത് നൈറ്റ് ടൈം. ഇതിപ്പോഴത്തെ ലൈവ് ക്യാമറ. ഇതാണ് ലൈവ് വ്യൂ ആയിട്ട് ഇവർ കാണിക്കുന്നത് കണ്ടോ. മ്യൂസിയം ഗോൾഡ് സൂക്ക്. നമ്മൾ ഗോൾഡ് സൂക്കിലൊക്കെ പോയതാണ് കേട്ടോ. ഒരു ട്രഡീഷണൽ ആർക്കിടെക്ചർ മ്യൂസിയം കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നിന്നും വീഡിയോ എടുക്കാം. നമുക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നു. നമുക്ക് അറിഞ്ഞുകൂടാ, കുറേ പേര് ഇറങ്ങിയിട്ടുള്ളൂ. അവിടെ ടെക്ട്രാലിറ്റി പുള്ളി അന്ന് ബുർജ് ഖലീഫയിൽ വന്ന വീഡിയോയിലാണ് ഈ ഒരു ഏരിയ ആണ് കവർ ചെയ്തേക്കുന്നത്. ഈ ഒരു ഏരിയ ആണ് അതിനകത്ത് കാണിച്ചേക്കുന്നതും കാര്യങ്ങളൊക്കെ. നല്ല രസമുണ്ട്. ഇവിടെ നമുക്ക് ദുബായ് മൊത്തം കാണും കേട്ടോ. പൂരെ കാണുന്നത് ബുർജ് അൽ അറബാണ്. ഈ കാണുന്നത് ബുർജ് അൽ അറബാണ് ഈ കാണുന്നത്. പിന്നെ കുറേ കെട്ടിടങ്ങൾ അമ്പരചുംബികളായിട്ട് നിൽക്കുന്നു. അത് ബുർജ് അൽ അറബാണെങ്കിൽ അവിടുന്ന് ആ കാണുന്ന ബുർജ് അൽ അറബാണെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് വരുന്നത് പാംജുമരയാണെന്ന് തോന്നുന്നു. ആയിരിക്കണം, ആവാനേ സാധ്യതയുള്ളൂ. തന്നെയുള്ളൊരു ചെറിയ ഗെയിം ആക്ടിവിറ്റിയാണ് VR. ഇതൊക്കെ വെച്ചില്ല നമ്മൾ റിയൽ ലൈഫിൽ സ്കൈ ഡൈവ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തെ എക്സ്പീരിയൻസ് എല്ലാം കിട്ടാൻ വേണ്ടിയുള്ള സാധനമാണ്. ഒരാൾക്ക് റേറ്റ് ചോദിച്ചപ്പോൾ പെർ ഹെഡ് 35 dirhams ആണ്. ദമക് എന്ന് പറഞ്ഞ ബിൽഡിംഗ്. നമ്മൾ ഇതിനോടെ എല്ലാം നമ്മൾ മെട്രോയിൽ സഞ്ചരിച്ച് നമ്മൾ വ്ലോഗ് എടുത്തതാണ് നമ്മൾ മെട്രോയിൽ സഞ്ചരിച്ച്. പിന്നെ താഴെ കാണുന്നതാണ് മറ്റേ ദുബായ് മോളിൻ്റെ സൈഡിൽ നമ്മൾ ഫൗണ്ടെയിനൊക്കെ ആയിട്ട് നമ്മൾ പോയിരിക്കും. നമ്മൾ 5 hours ദുബായ് എന്ന് പറയുന്നത് ചെറിയൊരു കുറച്ച് ഫോട്ടോസും ക്ലിപ്സുമാണ്. അതൊക്കെ നമ്മൾ ചേർത്തൊരു വ്ലോഗും കാര്യങ്ങളൊക്കെ നമ്മൾ നാട്ടിൽ ചെന്നതിന് ശേഷം ഇടുന്നതാണ്. സൗകര്യം നല്ല സൗകര്യമായിട്ടൊന്ന് എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിലൂടെ മെട്രോയിൽ സന്ദർശിച്ച ദൃശ്യങ്ങളും കാര്യങ്ങളും നമ്മൾ വ്ലോഗ് രൂപത്തിൽ നമ്മൾ നിങ്ങളെ കാണിച്ചതും കാര്യങ്ങളുമാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ഇവിടെ നോക്കുമ്പോൾ ഒരു വല്ലാത്ത അനുഭൂതിയാണ്. മൂന്നും താഴോട്ട് നോക്കുമ്പോൾ പേടിച്ച് വരേണ്ട ഒരു പരിപാടി. നിങ്ങൾ ഹൈറ്റ് വേണ്ടിയുള്ളവർക്ക് അങ്ങനെ എല്ലാം മെറുക്കുകളും കാര്യങ്ങളും ഒക്കെ കാശ് കൊടുത്ത് വാങ്ങാനുള്ള സാധനമാണ്. ഷെയ്ഖ് CEO എന്നൊക്കെ പറഞ്ഞ രാജാവിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം മാഗ്നറ്റ് സ്റ്റിക്കറും കപ്പും എല്ലാം ഉണ്ട്. ഇതെല്ലാം ഈ ഒരു മറ്റേ ദുബായ് നമ്പറിൻ്റെ ഒരു സൈഡിലുള്ള കിച്ചനും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഇതിൻ്റെ മേളിട്ട് വിൽക്കുന്നുണ്ട്. നല്ല കത്തിയായിരിക്കും എന്നാണ് ഒരു വിശ്വാസം. ഇതെല്ലാം കണ്ടു ഇഷ്ടംപോലെ സ്കാർഫുകളും കീച്ചെയിനുകളൊക്കെ ഇഷ്ടംപോലെ കീച്ചെയിനുകളും കപ്പുകളൊക്കെ ഉണ്ട്. ഇവർ പ്രിൻ്റ് ചെയ്ത ടീഷർട്ട്, ബുർജ് ഖലീഫ പ്രിൻ്റ് ചെയ്ത ടീഷർട്ടുകൾ ഒക്കെ ഇവിടെ നല്ല എക്സ്പെൻസ് ആണ് കേട്ടോ. ഈ ഒരു ടീഷർട്ട് ജസ്റ്റ് റെഗുലർ ടീഷർട്ട് മാത്രമാണ് അതേ പ്രിൻ്റ് ചെയ്തത്. ക്വാളിറ്റി വെച്ച് വലിയൊരു ക്വാളിറ്റി പറയില്ല. ഷോർട്ട് ഷർട്ട് വില 126 dirhams അതാണ് പറഞ്ഞത്. ഇവിടെ എല്ലാത്തിനും നല്ല എക്സ്പെൻസ് ആണ് കേട്ടോ. ഈ സാധനം മറ്റേ ഇല്ല ചൈനീസ് മറ്റുള്ള ഒരു വിസറയ്ക്ക് 25 dirhams ആണ് വില. പ്രശ്നങ്ങളുണ്ട്. ഈ എല്ലാം ബ്രാൻഡിങ്ങിൽ വിൽക്കുകയാണ്. ഈ കീച്ചേൻ്റെ 25 dirhams ആണ്. അതേക്കിട്ടാണ് ടീഷർട്ട് 75 dirhams, മറ്റേത് 126 dirhams.
ഇവിടെ കുറേ ബാഗുകളും ചെറിയ ചെറിയ പൗച്ചുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതെല്ലാം നല്ല റേറ്റിൽ വിൽക്കാനുള്ളതാണ്. ഈ ബുർജ് ഖലീഫയുടെ ഈ ക്രിസ്റ്റൽ ഉള്ള ടവർ ലൈറ്റ് ബേസ്, ഇത് ലൈറ്റ് കത്തുന്ന ഈ ഒരു സാധനം, ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ ചെറിയ റേറ്റ് നമുക്ക് കിട്ടും വെളിയിൽ നിന്നുള്ളത്. ഇവിടുത്തെ 1337 ദിർഹംസാണ്. അതുപോലെ തന്നെ 4 ബേസ്. ഇവിടെ പല കീ ചെയിനുകളുടെ ഒക്കെ വില കിട്ടും. എല്ലാം നല്ല എക്സ്പെൻസീവാണ്. അത് ഇവിടുന്ന് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ നിക്കർ കയറും, അല്ലെങ്കിൽ യാതൊരു മഴയും വെക്കേണ്ടി വരും. നമ്മൾ നടന്ന് കണ്ടോ, ഓപ്പൺ ലിഫ്റ്റാണ്. ഇതാണ് ഇവിടുത്തെ ഓപ്പൺ ലിഫ്റ്റും കാര്യങ്ങളൊക്കെ. ലിഫ്റ്റല്ല, സ്റ്റെയർ കേസാണ്. അങ്ങനെ ഇരിക്കുന്ന ഇവിടുത്തെ കാഴ്ചകൾ. ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് പോകാനുള്ള വഴിയും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. പിന്നെയും മറ്റേ നമ്മളവിടെ കാണിച്ച ഇവിടുത്തെ ഒരു ബാൽക്കണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിൽക്കാൻ നല്ല രസമായിരിക്കും. പക്ഷേ വെയിൽ കൊണ്ട് നിൽക്കേണ്ടി വരും. വെയിലത്ത് ഈ ചൂടത്ത് നിൽക്കേണ്ടി വരും. അതേ ഉള്ളൊരു പ്രശ്നം. ഇവിടെയൊക്കെയാണ് ലൈറ്റ് ഷോയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ലൈറ്റൊക്കെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ബുർജ് ഖലീഫയുടെ ബാൽക്കണിയിലാണ് ഞാൻ പറഞ്ഞത്. നല്ല വെയിലില്ല, നല്ല വെയിൽ. പക്ഷെ അത്രയും നമുക്ക് ഈരൊക്കെ ഷെയ്ഡിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ബാക്കിലോട്ട് നോക്കിയാൽ ദുബായ്. ദുബായാണ്. എൻ്റെ മുഖത്തോളം ഇല്ലാതിരിക്കാറുള്ള വലിയ വലിയ കെട്ടിടങ്ങളും ഒക്കെയാണ്. അതിന് നടന്നത്ത് കൂടെ നിൽക്കുന്നത്. ഇപ്പോൾ ഇല്ല, ലിഫ്റ്റ് കയറുവാണ് ചെവി ഭയങ്കരമായിട്ട് അടയും. 120 നിലയൊക്കെ വന്നു. ഒറ്റ മിനിറ്റ് കൊണ്ട് ഇവിടെ കയറി എത്തും എന്നുള്ളതിൽ ഏറ്റവും രസം. കാണുന്ന ഫൗണ്ടൈനും അതിൻ്റെ തൊട്ടപ്പുറത്ത് ദുബായ് മോളുമാണ് കാണുന്നത്. ഈ ഫൗണ്ടൈനാണ് അതുപോലെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രൈമറി അട്രാക്ഷൻ. രാത്രി ഇവിടെ മ്യൂസിക് എല്ലാം കേൾക്കുന്നുണ്ട്. കോപ്പറൈറ്റ് അടിക്കുമെന്ന് നമുക്ക് ഒരു ഉറപ്പുമില്ല കോപ്പറൈറ്റിൻ്റെ കാര്യത്തിൽ. കാണുന്ന ബ്ലാക്ക് കളറിൻ്റെ ട്രാക്ക് ഉണ്ട്. ഈ കുറേ റൗണ്ട് വെച്ച് ഇതിനകത്തോടാണ് ഈ വാട്ടർ സ്പ്രിംഗ്ലേഴ്സ് എല്ലാം അതിനകത്താണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അത് ആ ഒരു ട്രാക്ക് ഇതിലാണ് നമ്മൾ എത്തുമ്പോൾ ഈ ഫൗണ്ടൈൻ അല്ലെ വാട്ടർ ഷോയും എല്ലാം നടക്കുന്നത്. ആ ഒരു ട്രാക്ക് ഈസാണ്. അതിനകത്ത് മൊത്തം സ്പ്രിംഗ്ലിങ് ആ ഒരു വാട്ടർ സ്പ്രിംഗ്ലറും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് ഇരിക്കുന്നത്. മൊത്തം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ കുറേ ദുബായ്. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ബുർജ് ഖലീഫ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. ഒരുവിധം അതിനകത്ത് നമ്മൾ പറ്റുന്ന രീതിയിലുള്ള മാക്സിമം നമ്മൾ വീഡിയോ നേരം ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. ഓഡിയോ ഇല്ലാത്ത വീഡിയോയ്ക്ക് നമ്മുടെ വോയിസ് ഒന്നുമില്ല. നമ്മുടെ വോയിസ് കൂടെ കഴിഞ്ഞാലും നമ്മളെ കാണിക്കുന്നതാണ്. സോ ഇന്നത്തെ ഈ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമാക്കി ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് അടിക്കുക, അതൊന്നും കുഴപ്പമില്ല. ചാനലിൻ്റെ ഈ വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അതേപറ്റി നമുക്കറിയാവുന്ന കാര്യങ്ങൾ പോലും പറഞ്ഞിട്ടുണ്ട്, കുറേ കാര്യങ്ങളെ കാണിച്ചിട്ടുണ്ട്. സോ വീഡിയോ നിങ്ങൾ മുൻപിൽ മാക്സിമം ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയെ പറ്റി എന്താ വെച്ചാൽ കമൻറ്റ് ചെയ്യുക. സോ അത് പറഞ്ഞ് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. സോ ബൈ ഫ്രണ്ട്സ്.